ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ മറ്റൊരു കെയർ ഗൗരിയമ്മയാകുമോ ശൈലജ ടീച്ചർ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. തന്റെ സിറ്റിംഗ് സീറ്റായ മട്ടന്നൂർ തട്ടിപ്പറിക്കാനുള്ള പിണറായിയുടെ നീക്കമാണ് ടീച്ചറെ പ്രകോപിപ്പിച്ചത്. ടീച്ചർ മട്ടന്നൂരിൽ സ്വതന്ത്രമായി മത്സരിച്ചാൽ കോൺഗ്രസ് അവരെ പിന്തുണച്ചെന്നിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ CPM-ൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി അത്യപൂർവമായ ആഭ്യന്തര കലഹമാണ് ഉണ്ടായിരിക്കുന്നത്. സിറ്റിംഗ് മണ്ഡലമായ മട്ടന്നൂർ തനിക്ക് ലഭിച്ചില്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുമെന്ന കടുത്ത നിലപാടിലേക്ക് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ നീങ്ങുന്നതായാണ് സൂചന. തന്നെ വെട്ടിനിരത്താൻ സംസ്ഥാന നേതൃത്വം ചടുല നീക്കങ്ങൾ നടത്തുന്നുവെന്ന പരാതി ശൈലജ ടീച്ചർ പൊളിറ്റ് ബ്യൂറോയും ജനറൽ സെക്രട്ടറി MA ബേബിയെയും നേരിട്ട് അറിയിച്ചു കഴിഞ്ഞു. മട്ടന്നൂർ സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ ഇക്കുറി മത്സരത്തിനില്ലെന്ന കർക്കശ നിലപാടിലാണ് ടീച്ചർ. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA-യുടെ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ഭാഗ്യ പരീക്ഷണത്തിനില്ലെന്നും അവർ പാർട്ടി നേതൃത്വത്തോട് തുറന്നടിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ളവർക്ക് ഇളവ് നൽകി വീണ്ടും മത്സരിക്കാൻ അവസരം ഒരുക്കുമ്പോൾ തന്നെയും സ്പീക്കർ AN ഷംസീറിനെയും ടേം വ്യവസ്ഥയുടെ പേരിൽ ഒഴിവാക്കുന്നത് എന്തിനാണെന്നാണ് ശൈലജയുടെ ചോദ്യം. മട്ടന്നൂർ വിട്ടുള്ള കളിക്ക് താനില്ലെന്നും ഒരുപക്ഷേ രാഷ്ട്രീയ വിരമിക്കലാകും തന്റെ അടുത്ത തീരുമാനമാകുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത് CPM കേന്ദ്ര നേതൃത്വത്തെ പോലും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതേസമയം ശൈലജ ടീച്ചറെ പോലെ ഒരു ജനകീയ മുഖത്തെ വെട്ടിനിരത്തുന്നത് പാർട്ടിക്കുള്ളിലും അണികൾക്കിടയിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. 5 വട്ടം മത്സരിച്ചുവെന്ന സാങ്കേതികത്വം പറഞ്ഞ് ശൈലജയെ ഒതുക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം ആശങ്കപ്പെടുന്നു. സ്പീക്കർ ഷംസീറും സമാനമായ രീതിയിൽ അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ഒരു ചർച്ചയും ഇല്ലാതെ തന്നെ ഇളവ് നൽകിയപ്പോൾ ജനകീയരായ മറ്റുള്ളവർക്ക് നേരെ ടേം വ്യവസ്ഥ ഉയർത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന വികാരമാണ് ടീച്ചറെ അനുകൂലിക്കുന്നവർക്കുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ടാൽ മാത്രമേ മട്ടന്നൂരിൽ ശൈലജയ്ക്ക് ഇനി സാധ്യതയുള്ളൂ. പിണറായിയുടെ നിലപാട് ടീച്ചർക്ക് അനുകൂലമാകുമോ അതോ വെട്ടിനിരത്തൽ പൂർണ്ണമാകുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തളിപ്പറമ്പിൽ സുകന്യയുടെ പേരിനോടും പ്രാദേശിക നേതൃത്വം ഇടഞ്ഞതോടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടിക പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞു. ശൈലജയെ ഒഴിവാക്കിയാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ കേന്ദ്ര നേതൃത്വം എന്ത് നിലപാട് എടുക്കുമെന്നത് നിർണായകമാണ്. KK ശൈലജ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറയുമെന്ന ശ്രുതി നേരത്തെ ഉണ്ടായിരുന്നു. കാഫിർ വിവാദം തന്നെ വടകരയിൽ തോൽപ്പിക്കാൻ CPM ക്യാമ്പുകളിൽ നിന്നും പ്രചരിപ്പിച്ചതാണെന്ന വസ്തുത പുറത്തു വന്നതോടെയാണ് ആശങ്കയും നിരാശയും നിറഞ്ഞ മനസ്സോടെ ശൈലജ ഭാവിയെക്കുറിച്ച് ആദ്യം ആലോചിച്ചു തുടങ്ങിയത്. അന്ന് സത്യം കണ്ടെത്തിയ കോഴിക്കോട് റൂറൽ SP അരവിന്ദ് സുകുമാറിനെ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റിയതും ശൈലജയെ പ്രകോപിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് ഇടത് സൈബർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്നാണ് കണ്ടെത്തിയത്. റെഡ് എൻകൗണ്ടേഴ്സ്, റെഡ് ബറ്റാലിയൻ എന്നീ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയത്. അന്വേഷണത്തോട് സഹകരിക്കാത്ത ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും മാതൃകാ കമ്പനിയായ മെറ്റയെ പോലീസ് പ്രതി ചേർത്തു. എന്നാൽ പോരാളി ഷാജിയെ ഒഴിവാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ ഷോട്ട് പ്രചരിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകരായ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു. ഇതിനെതിരെ ഖാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എത്തിയത്. അമ്പലമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജിൽ ഇത് എത്തിയത് റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന മറ്റൊരു ഇടത് സൈബർ ഗ്രൂപ്പിൽ നിന്നാണ് തനിക്കിത് കിട്ടിയതെന്നാണ് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ ഇത് പോസ്റ്റ് ചെയ്ത അമൽ എന്നയാൾ മൊഴി നൽകിയത്. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഇതിട്ടത് റിബേഷ് രാമകൃഷ്ണൻ എന്ന ആളാണ്. തനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഓർമ്മയില്ലെന്നാണ് റിബേഷ് പോലീസിനോട് പറഞ്ഞത്. റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിനെ ബന്ധിപ്പിക്കുന്ന മൊബൈൽ സിമ്മുകൾ വഹാബ് എന്ന ആളുടെ പേരിലുള്ളതാണ്. വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് വ്യാജ സ്ക്രീൻഷോട്ട് കിട്ടിയതെന്നും എവിടെ നിന്നാണെന്ന് കൃത്യമായ ഓർമ്മയില്ലെന്നാണ് വഹാബ് മൊഴി നൽകിയത്. ഇയാളുടെ ഫോണും പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ ആദ്യം ആരാണെന്ന് കണ്ടെത്തണമെങ്കിൽ മെറ്റ കമ്പനിയുടെ സഹായം വേണമെന്നും അവർ സഹകരിക്കാത്തതുകൊണ്ടാണ്
മൂന്നാം പ്രതിയാക്കിയതെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതെല്ലാം MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമായിരുന്നു. MV ജയരാജൻ ഇടത് പ്രൊഫൈലുകളെ തള്ളിപ്പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ്. ഇതിൽ നിന്നെല്ലാം CPMന്റെ പങ്ക് ശൈലജയ്ക്ക് വ്യക്തമായി. DYFI നേതാവ് റിബേഷ് രാമചന്ദ്രനെ പാർട്ടി അനുകൂലിച്ചതും ശൈലജയെ ആശങ്കയിലാഴ്ത്തി. DYFI കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് റിബേഷിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. KK ശൈലജ ടീച്ചറെ വടകരയിൽ നിന്നും തോൽപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അരയും തലയും മുറുക്കി രംഗത്ത് എത്തിയിരുന്നതായി ആരോപണമുയർന്നിരുന്നു. തന്റെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിട്ടില്ല. അശ്ലീല വീഡിയോ താൻ കണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത്. താൻ കാണാത്ത ഏത് വീഡിയോ ആണ് ഗോവിന്ദൻ കണ്ടതെന്നും ടീച്ചർ ചോദിച്ചു. ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയില്ല. KK ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായി അടക്കം വെച്ച് ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം തനിക്കെതിരായി വീഡിയോ അല്ല പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്നായിരുന്നു KK ശൈലജയുടെ വിശദീകരണം. ഷാഫി പറമ്പിൽ ശൈലജയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അപകീർത്തി കേസ് കോടതിയിലെത്തിയാൽ MV ഗോവിന്ദൻ ഒറ്റയ്ക്കാകും. കാരണം കേസിൽ സാക്ഷിയായ വ്യക്തി അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് കോടതിയിൽ തെളിവ്. അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയുന്ന വീഡിയോ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തെളിവ് നൽകേണ്ടി വരും. എങ്ങനെയാണ് വീഡിയോ തൻ്റെ കയ്യിലെത്തിയതെന്ന് പറയേണ്ട ബാധ്യത ഗോവിന്ദനുണ്ട്. ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് MV ഗോവിന്ദന്റെ ആവശ്യമായിരുന്നു. ഭാവി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന MV ഗോവിന്ദനെ ഏക റിബൽ KK ശൈലജയാണ്. കോടിയേരി ബാലകൃഷ്ണൻ നിത്യതയിൽ ലയിച്ചതോടെ ഗോവിന്ദന് എതിരാളികൾ ഇല്ലാതായി. ഏക തടസ്സം ടീച്ചറമ്മയുടെ ഇമേജാണ്. ഇത് കണക്കിലെടുത്താണ് ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചത്. വടകര CPMന്റെ തൂക്കുകയറാണ്. പാർട്ടിക്ക് മുകളിൽ പറക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിൽ എത്തിക്കുന്നത്. P ജയരാജനും AN ഷംസീറും ഒക്കെ ഇത്തരത്തിൽ വടകരയിലെത്തി മര്യാദ പഠിച്ചവരാണ്. RMP ഉള്ളിടത്തോളം കാലം വടകരയിൽ CPM ജയിക്കില്ല. TP ചന്ദ്രശേഖരൻ മരിച്ചെങ്കിലും അണയാത്ത ജ്വാലയാണ് ഇന്നും KK രമയായിരിക്കും വടകരയിലെ പ്രതിനിധിയെ തീരുമാനിക്കുക. അമ്മയുടെ കരുതലും ടീച്ചറുടെ വാത്സല്യവുമായി KK ശൈലജയെ വടകരയിൽ ഇറക്കിയത് CPM വിജയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ജയത്തിന് വേണ്ടി കുറുക്കുവഴികൾ തേടുകയായിരുന്നു CPM. കേരളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശൈലജയെ സമൂഹ മധ്യത്തിൽ താറടിപ്പിച്ച് അവരുടെ ഇമേജ് തകർക്കുകയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കപ്പെടില്ല. പിണറായി കഴിഞ്ഞാൽ ശൈലജ എന്നൊരു ചിന്ത ഏറെ നാളായി അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. ഇത് പാറിപ്പറക്കുന്ന നേരത്ത് ഗോവിന്ദൻ രംഗത്തുണ്ടായിരുന്നില്ല. കോടിയേരി മരിച്ചതോടെയാണ് ഗോവിന്ദൻ തിളങ്ങിയത്. അപ്രതീക്ഷിതമായി കോടിയേരി കടന്നുപോയതോടെ ഗോവിന്ദൻ കളത്തിൽ ഒറ്റയ്ക്കായി. പിണറായിയായിട്ട് ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധിയിലുമായി. നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയുടെ കസാരയിൽ ഇരിക്കുകയും മറ്റുള്ളവർ ആരോഗ്യ വകുപ്പ് ഭരിക്കുകയും ചെയ്ത സാഹചര്യമാണ് അക്കാലത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അക്കാലത്ത് ആരോഗ്യ വകുപ്പിൽ നടന്നതെന്ന് ആരോപണമുയർന്നിരുന്നു. കോവിഡ് വന്നു കയറിയതോടെ നേതാക്കൾക്കെല്ലാം ചാകരയായി. ദുരന്തങ്ങളെ ഉത്സവമാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്.